ബെറ്റർ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് പാല തൊടുപുഴ റൂട്ടിൽ പ്രവിത്താനം ടൗണിൽ നിന്നും ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തിൽ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ 15 സെൻറ്റ് സ്ഥലത്തോടു കൂടി 2100 സ്ക്വയർ ഫീറ്റ് 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഒരു പുതുപുത്തൻ വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടിൻ്റെ മുറ്റം വരെ പഞ്ചായത്ത് റോഡാണ്. ഇത് നമ്മൾ കാണുന്ന പഞ്ചായത്ത് റോഡാണ്. നല്ല വീതിയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയൊക്കെ കുറച്ച് ബേബി മെറ്റൽ വിരിക്കാനായിട്ടുണ്ട്. വീടിൻ്റെ മുറ്റം കംപ്ലീറ്റ്, അതായത് എത്ര വണ്ടി വന്നാലും കയറ്റിയിടും. നമുക്ക് ബസ് വേണേലും ഈ ഫ്രണ്ടിൽ കയറ്റിയിടാം. അത്ര നീളത്തിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു സ്ഥലവും വീടുമാണിത്. അതുകൊണ്ടാണ് നമുക്ക് മുറ്റം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ഇനിയും അത് ഓരോ ഇതായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതി സ്ഥലം അത്ര വിശാലമായിട്ട് കിടക്കുവാണ്. അപ്പം നമുക്ക് വണ്ടി പാർക്കിങ്, നമുക്ക് സൈഡിൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിനോ ബാക്കി ലോണോ എങ്ങനെ വേണേലും നമുക്ക് ഇനി ഇത് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഇതൊക്കെ വീടിൻ്റെ സൈഡാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം നമുക്ക് സ്പേസ് ഉണ്ട്. ബാക്ക് സൈഡിലത്തേക്കഴിഞ്ഞ് കൂടുതൽ നല്ല സ്പേസ് ഉണ്ട്. ഒരു അലക്കുകല്ലിരിക്കുന്ന ഭാഗം ട്രഫോൾഡ് ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. അവിടെ ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഇതിന് വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ കുഴൽക്കിണറാണ്. അത് ഫിൽട്ടർ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കുടിവെള്ള പദ്ധതിയുടെ കിണർ വെള്ളം തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ എല്ലാവരും കുടിവെള്ള പദ്ധതിയുടെ കിണർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല. നമുക്ക് ഇപ്പോൾ നിലവിൽ ബോർവെല്ലും അതുപോലെ തന്നെ പൈപ്പ് കണക്ഷനും ഉണ്ട്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിലെ ഇത് നമ്മൾ കാണുന്ന റോഡാണ്. ഇവിടെ കുറച്ചൊക്കെ ഇച്ചിരിയൊക്കെ ക്രമീകരിക്കാനുണ്ട്. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഫിനിഷിങ് ആകുന്നതേ ഉള്ളൂ. ഇത് നല്ല വലിപ്പമുള്ളൊരു കാർ പോർച്ച് കൂടിയാണ് ഈ വീടിന്. ഇത് കാർ പോർച്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ 4 പാളിയുടെ നല്ല വലിപ്പമുള്ള ഒരു ജനലാണ്. ഇത് ഡൈനിങ് ഹാളിൽ നിന്നുള്ള വ്യൂ ആണ്. അതിൻ്റെ മുകളിൽ സൺലൈറ്റ് ഡയറക്റ്റ് കാർ പോർച്ചിലേക്ക് എത്താവുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള ഒരു വീടാണ്. 4 ബെഡ്റൂം. ഈ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമും 15 സെൻറ്റ് സ്ഥലത്തിനോട് കൂടിയ ഈ വീടിന് സെല്ലർ ആവശ്യപ്പെടുന്ന തുക 85 ലക്ഷം രൂപയാണ്. വില നെഗോഷ്യബിളാണ്. ഇതാണ് നമ്മൾ വീടിനോട് ചേർന്നുള്ള ഭാഗം. അവിടെ മണ്ണിട്ടിരിക്കുന്നത് നമുക്ക് അവിടെ പെബിൾസോ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രാസോ ഒക്കെ വയ്ക്കാം. ഗാർഡൻ വേണേലും നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ആ രീതിയിലാണ്. നല്ല ഒരു മനോഹരമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇത്. നല്ല ഒരു എൽ ഷേപ്പിലുള്ള നല്ല ഭംഗിയുള്ള ഒരു സിറ്റ് ഔട്ട് കൂടിയുണ്ട്. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിനെ എടുത്ത് പറയുന്നതെന്നും മേന്മയെന്ന് പറഞ്ഞ നല്ല വിശാലമായിട്ടുള്ള മുറ്റമാണ്. ഇതാണ് നല്ല മനോഹരമായിട്ടുള്ള തേക്കും തടിയിലെ കാതൽ ഉപയോഗിച്ച് ചെയ്ത് മാറ്റ് പോളിഷ് അടിച്ച് വെച്ചിരിക്കുന്ന ഒരു മെയിൻ ഡോറാണ് ഇപ്പം നമ്മൾ കണ്ടത്. മെയിൻ ഡോറിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ അത് തുറന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വീകരണ മുറിയിലേക്കാണ് കയറുന്നത്. ഗസ്റ്റ് ലിവിങ് ഏരിയ, നല്ല വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ് ഈ വീടിന് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് ഫാമിലി ലിവിങ് ഏരിയ ഉണ്ട്. ഫാമിലി ലിവിങ് ഏരിയ പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ വർക്ക് നടത്തി മനോഹരമായിരിക്കുന്ന പാർട്ടീഷൻ വർക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ക്വാളിറ്റിയുള്ള ടൈലുകളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 6 ഏക്കറുടെ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സാനിറ്ററി ഐറ്റംസ് ഒക്കെ ജാഗ്വാറാണ്, വയർ ഫിനോലെക്സ്, അതുപോലെ എല്ലാ ബ്രാൻഡഡ് ഐറ്റംസ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ്. ഇതാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ. ഫാമിലി ലിവിങ് ഏരിയ എന്ന് ഈ കാണുന്നത് നമ്മൾ ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഒരു ഡൈനിങ് ഹാളാണ്. ഓപ്പൺ കിച്ചൺ എന്ന് വേണേൽ പറയാം. ഒരു സൈഡ് ഓപ്പൺ അല്ല, എന്നാൽ നമുക്ക് ഓപ്പൺ ആയിട്ട് വേണേലും ഫുഡ് സെർവ് ചെയ്യാവുന്ന രീതിയിൽ നല്ല സ്പേസ് കൊടുത്തുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മിതി. നമുക്ക് ഡൈനിങ് ഹാളിൽ നിന്ന് കാണുന്ന റൂമിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇതാണ് നമ്മുടെ അവിടെ നമുക്ക് TV യൂണിറ്റ് വയ്ക്കാവുന്നതാണ്. നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയുടെ ഒരു സൈഡ് നമുക്ക് TV യൂണിറ്റ് വയ്ക്കാം. ഇവിടെ നമുക്ക് രൂപങ്ങളൊക്കെ വയ്ക്കാവുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ്. നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ ഒരു ഭാഗത്ത് വാഷ് ബേസിനുണ്ട്. ഇതാണ് പ്രവിത്താനം ഭാഗത്ത്. അതാ പാലാ ടൗണിൻ്റെ വെള്ളപ്പൊക്ക ഭീഷണി ലേശമില്ലാത്ത പ്രദേശമാണ് പ്രവിത്താനം. പ്രവിത്താനത്ത് ഏറ്റവും കൂടുതൽ വീടുകൾക്ക് ഡിമാൻഡുള്ള ഒരു ഏരിയ ആണ്. അവിടെ പണി തീർന്നുകൊണ്ടിരിക്കുന്ന പുത്തൻ വീടാണ്. 15 സെൻറ്റ് സ്ഥലവും
2100 സ്ക്വയർ ഫീറ്റുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇത്. വാഷ് ഏരിയയാണ്, താഴെ തന്നെ മനോഹരമായിട്ടുള്ള സ്റ്റോറേജുകളുണ്ട്. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു വില വെച്ച് കൂട്ടുകയാണെങ്കിൽ തന്നെ 85 ലക്ഷം രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒന്ന് കൂട്ടി നോക്കാം. ഇപ്പം നമുക്കൊരു സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു കണക്ക് കൂട്ടി നമുക്കിപ്പോൾ ഏകദേശം ഇതുപോലെ ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 2500 രൂപ സ്ക്വയർ ഫീറ്റിന് കൂട്ടിയാൽ മതി. അങ്ങനെ കൂട്ടി ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വാല്യൂ കൂടി ഒന്ന് കൂട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഈ ചോദിച്ചിരിക്കുന്ന എത്ര റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റാണെന്ന് നമുക്ക് മനസ്സിലായി. ഇത് വർക്ക് ഏരിയയുടെ ഭാഗമാണ്. നല്ല വലിപ്പം, കിച്ചൺ കൂടാതെ തന്നെ കിച്ചനോട് ചേർന്ന് നമുക്കൊരു വർക്ക് ഏരിയ കൂടി ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു വർക്ക് ഏരിയ ആണ്. അത്യാവശ്യം വലിപ്പമുള്ള ഇതാണ് നമ്മുടെ കിച്ചണാണ് ഇപ്പം ഇത് നമ്മൾ നിൽക്കുന്നത്. നല്ല യു ഷേപ്പിലുള്ള ഒരു കിച്ചണാണ്. കാരണം 3 സൈഡും കബോർഡ് വർക്കുകൾ ചെയ്ത് സ്റ്റോറേജ് നല്ല ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കാം. അതല്ല ഇനിയിപ്പോൾ ഫ്രിഡ്ജ് ഇവിടെ വയ്ക്കണമെന്നുള്ളവർക്ക് അങ്ങനെ വയ്ക്കാം. അങ്ങനെ രണ്ടിൻ്റെയും പ്രൊവിഷനുണ്ട്. ഇതാണ് നല്ല മനോഹരമായിട്ടുള്ള, അവിടെയാണ് നമ്മുടെ മോട്ടർ. ഇവിടെ വർക്ക് ഏരിയയിൽ നമുക്ക് സ്റ്റോറേജ് ടോപ്പിലും ബോട്ടത്തിലും നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട്. ഗംഭീര വീടെന്ന് തന്നെ പറയാം. ഇപ്പം നമുക്ക് ഇതുപോലെയുള്ള വീടുകൾ, അതായത് 4 ബെഡ്റൂമിൻ്റെ വീട് 2700 സ്ക്വയർ ഫീറ്റ്, നമുക്ക് ഈ റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേന് ഇത് സെല്ലർ ചോദിക്കുന്നത് ഒട്ടും കൂടുതലല്ല. പിന്നെ നമുക്ക് ഇത് നേരിട്ട് കണ്ട് സെല്ലറുമായിട്ട് സംസാരിച്ച് വീട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വില ഭാഗത്ത് പറ്റി നേരിട്ട് സംസാരിക്കാവുന്നതാണ്. ഏതൊക്കെയാലും പാലാ ടൗണുമായിട്ട് ഏകദേശം 5 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി നമുക്ക് സ്കൂള്, കോളേജ് അതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ വണ്ടികൾ പാസ് ചെയ്യുന്നുണ്ട്. സ്കൂള് നമുക്ക് പ്രവിത്താനം എന്ന് പറയുന്ന നല്ലൊരു ടൗണാണ്. ഹോസ്പിറ്റലുണ്ട്, പള്ളിയുണ്ട്, സ്കൂളുണ്ട്, അമ്പലമുണ്ട്, എല്ലാവിധ ബാങ്ക്, അങ്ങനെ എല്ലാവിധ ഗവൺമെൻറ് ഓഫീസുകളെല്ലാം ഉള്ള ഒരു പ്രദേശമാണ്. പാലായിൽ നിന്ന് 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇതാണ് ബാത്റൂമുകളെല്ലാം നല്ല ഗംഭീരമായിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഈ സാനിറ്ററി ഐറ്റംസ് യൂസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ജാഗോർന്ന് നേരത്തെ പറഞ്ഞു, അതുപോലെ ഉള്ള അത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികളുടെ മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പാർട്ടീഷൻ ഡോറുകളെല്ലാം തടിയിൽ തന്നെയാണ്. അടുത്ത റൂമിലേക്കാണ് നമ്മൾ പ്രവേശിച്ചത്. ഇവിടെ വാർഡ്രോബ്സുകളെല്ലാം നല്ല വലിപ്പമുള്ള ഡ്രസ്സിങ് ടേബിൾ വിത്ത് വാർഡ്രോബ്സോട് കൂടിയാണ് ഈ വീടിൻ്റെ ക്രമീകരിച്ചിരിക്കുന്നത്. നല്ല വലിപ്പം, അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ് എല്ലാം തന്നെ. പിന്നെ എത്ര വലിയ കിങ് സൈസ് കോട്ടിട്ടാലും നമുക്ക് സ്പേസ് ഉണ്ട്. ബാത്റൂമും അതുപോലെ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടൈലുകളാണ് ബാത്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത്. ബാത്റൂമിൽ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ലഭ്യമാണ്, ഹോട്ട് വാട്ടർ സഹിതം. അവിടെ നിന്ന് നമ്മൾ മറ്റൊരു റൂമിലേക്കാണ് കടന്നിരിക്കുന്നത്. ഇത് നല്ല വലിപ്പമുള്ള റൂമാണ്. ഇതിൻ്റെ ഒരു സൈഡിൽ 3 പാളി ജനലും അതിൻ്റെ മറ്റൊരു സൈഡിൽ 2 പാളിയുടെ ജനലും ഉണ്ട്. നമുക്ക് എയറൊക്കെ നല്ലവണ്ണം എയർ സർക്കുലേഷൻ വരുന്ന രീതിയിലാണ് ജനാലകൾ കൊടുത്തിരിക്കുന്നത്. എല്ലാം നല്ല സൈസിലുള്ള റൂമുകളാണ്. അതുപോലെ തന്നെ എല്ലാ റൂമിലും ഇതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ വിത്ത് വാർഡ്രോബ്സോട് കൂടിയ റൂമുകളാണ് എല്ലാം. ഇതാണ് ബാത്റൂമും എല്ലാം ഒന്നിനൊന്നിന് മനോഹരമായിട്ടിരിക്കുന്ന ഒരിത്. ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. 8156873501. ഇതാണ് മറ്റേ റൂമിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. 4 ബെഡ്റൂമാണ്. ഇതിൻ്റെ വില ഒരിക്കൽ കൂടി പറയാം. 15 സെൻറ്റ് സ്ഥലവും 2100 സ്ക്വയർ ഫീറ്റ്, 4 അറ്റാച്ച്ഡ് ബെഡ്റൂം, ലിവിങ് ഏരിയ, ഫാമിലി ലിവിങ് ഏരിയ, ഡൈനിങ് ഹാള്, അതുപോലെ എല്ലാ സൗകര്യത്തോടും കൂടിയ നല്ലൊരു മനോഹരമായിട്ടുള്ള ഈ വീടിന് സെല്ലർ ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയുള്ളൂ. വില നെഗോഷ്യബിളാണ്. സെല്ലറുമായിട്ട് കണ്ട് നമുക്ക് നേരിട്ട് സംസാരിച്ച് വിലയിൽ ധാരണയാകാവുന്നതാണ്. പ്രവിത്താനം ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ പക്ക റെസിഡൻഷ്യൽ ഏരിയ ആണ്. ചുറ്റും നല്ല അയൽവക്കങ്ങൾ മാത്രമുള്ള ഒരു ഏരിയ. ഹൈവേയിലേക്ക് 500 മീറ്റർ ദൂരം നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. എല്ലാ സൗകര്യങ്ങളും, സ്കൂള്, കോളേജ്, ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ്, പാലാ ടൗണിലേക്ക് 5 കിലോമീറ്റർ,
നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു വീട് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ധൈര്യമായിട്ട് വന്ന് ഈ വീട് എത്രയും പെട്ടെന്ന് കാണാനായിട്ട് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ബെറ്റർ ഹോംസിന്